എൻ്റെ ഫേസ്ബുക്കിലുള്ള 2-3 ഓസ്ട്രേലിയൻ ഫ്രണ്ട്സ് ഉണ്ട്. എന്നുവെച്ചാൽ വൈറ്റ് ഓസ്ട്രേലിയൻസ് അവർ. എന്നോട് ജോലിയൊക്കെ ചെയ്തിട്ടുള്ള, അപ്പം അങ്ങനെ പരിചയപ്പെട്ടിട്ടുള്ള. കഴിഞ്ഞ ഒരു 2-3 വർഷമായിട്ട് ഇവർ ഈ ഫേസ്ബുക്കിലിടുന്ന കുറേ പോസ്റ്റും പിന്നെ പലരും ഇടുന്ന പോസ്റ്റ് ഇവർ ലൈക്ക് ചെയ്യുന്നതുമൊക്കെ ഈ ഇന്ത്യൻസിനെതിരെ ഉള്ള കുറേ പോസ്റ്റുകളാണ്. അതിലവർ കംപ്ലൈൻറ്റ് ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ ഒരുപാട് ഇന്ത്യൻസ് ഓസ്ട്രേലിയയിലോട്ട് വരുന്നു എന്ന് പറഞ്ഞിട്ടാണ്. അപ്പം ഇമിഗ്രേഷൻ നിർത്തണം, പിന്നെ അതുപോലെ തന്നെ അവിടുത്തെ ഗവൺമെൻറ്റിനെ അവർ ഒരുപാട് ക്രിട്ടിസൈസ് ചെയ്യുന്നുണ്ട് ഈ ഒരു കാര്യത്തിൽ. ഇതിപ്പോൾ ഒരു 2-3 വർഷമായിട്ട് നടക്കുന്ന ഒരു സംഭവമാണ്. അങ്ങനെ ഞാൻ ശ്രദ്ധിച്ചത്. ഞാൻ ഓസ്ട്രേലിയയിൽ നിന്ന് ഫിൻലൻഡിലോട്ട് പോയത് 2021 ഒരു കോവിഡ് സമയമൊക്കെ ആയിരുന്നു. അന്നേരം ഭയങ്കര ലോക്ക്ഡൗൺ ആയിരുന്നു ഓസ്ട്രേലിയയിൽ, ഭയങ്കര സ്ട്രിക്റ്റ് ഒക്കെ ആയിരുന്നു. അപ്പം ഞാനിവിടെ ആയിട്ട് ഇപ്പോൾ ഒരു 5 വർഷമൊക്കെ ആയി. അപ്പം ഞാൻ വിചാരിച്ചു ഈ ഒരു കഴിഞ്ഞ 2-3 വർഷത്തിനുള്ളിൽ എന്തുവാ അവിടെ സംഭവിച്ചത്, ഇതിനുമാത്രം ഒരു ഇന്ത്യൻസിനെതിരെ ഒരു ഹെയ്റ്റൊക്കെ എങ്ങനെയാണ് വരുന്നതെന്ന് ഞാൻ ആലോചിക്കുമായിരുന്നു. ഇന്ത്യൻസിനെതിരെയും ഇമിഗ്രേഷനെതിരെയും പിന്നെ അതുപോലെ അവരുടെ ഗവൺമെൻറ്റിനെതിരെയൊക്കെ ഇവരെന്തുകൊണ്ടാണ് ഇങ്ങനെ പോസ്റ്റ് ഇടുന്നതെന്ന് ഞാനിങ്ങനെ ആലോചിക്കുമായിരുന്നു. കാരണം ഓസ്ട്രേലിയ പോലൊരു കൺട്രി എന്ന് പറയുന്നത് ഇമിഗ്രൻസിനെ കൊണ്ട് പിന്നെ എന്തുകൊണ്ടാണ് ഇപ്പോൾ ഇത്ര അധികം ഒരു കംപ്ലയിൻസ് വരാൻ കാരണം, ഇത് മനസ്സിലാവണമെങ്കിൽ നമ്മൾ കുറച്ച് ഡീപ്പായിട്ട് നോക്കണം. ഓസ്ട്രേലിയയുടെ ഹിസ്റ്ററി നോക്കുകയാണെങ്കിൽ ഇതൊരു ഇമിഗ്രൻ്റ് കൺട്രിയാണ്. ആദ്യമായിട്ട് വന്നത് യൂറോപ്യൻസ് ആണ്. അവരാണ് ഇവിടെ വന്ന് സെറ്റിൽ ആയത്. പിന്നീട് ഇന്ത്യ, ചൈന, മിഡിൽ ഈസ്റ്റ് എന്നിവിടങ്ങളിൽ നിന്ന് ആളുകൾ ഇവിടെ വന്ന് ഇവിടുത്തെ എക്കോണമി സ്ട്രോങ് ആക്കി. പിന്നീട് ഇവിടുത്തെ സിറ്റീസ് ഡെവലപ്പായി, ജോബ്സ് ഒരുപാട് ക്രിയേറ്റ് ആയി. അങ്ങനെ ഇതൊരു ഗ്ലോബൽ ലെവലിലെത്തി. അപ്പോൾ ശരിക്കുള്ള ഒരു പ്രോബ്ലം എന്ന് പറഞ്ഞാൽ ഇമിഗ്രേഷൻ വേണോ വേണ്ട എന്നുള്ളതല്ല, എത്രമാത്രം ഇമിഗ്രേഷൻ വേണം, പിന്നെ അതെങ്ങനെ മാനേജ് ചെയ്യണം എന്നതാണ്. ഈ കോവിഡ് സമയം കഴിഞ്ഞതോടെ സിറ്റുവേഷൻ ഭയങ്കര ഫാസ്റ്റ് ആയിട്ട് മാറി ഇവിടെ. ആ ഒരു കോവിഡ് സമയത്ത് ബോർഡേഴ്സ് ഫുള്ളി ക്ലോസ്ഡ് ആയിരുന്നു. അപ്പോൾ ഒരു ഇമിഗ്രേഷൻ ഓൾമോസ്റ്റ് 0 ആയിരുന്നു. പക്ഷേ അത് കഴിഞ്ഞ് അവരത് ഓപ്പൺ ചെയ്തപ്പോൾ ഒരുപാട് അപ്പോൾ ചെറിയൊരു ടൈം പീരീഡിൽ ഒരുപാട് ആൾക്കാർ ഇങ്ങോട്ട് വരാൻ തുടങ്ങി. ഇവിടെ നിന്നാണ് ശരിക്കുമുള്ള പ്രോബ്ലംസ് സ്റ്റാർട്ട് ചെയ്തത്. ഇപ്പോൾ ഓസ്ട്രേലിയയിലുള്ള ബിഗ്ഗസ്റ്റ് പ്രോബ്ലം എന്തുവാണെന്ന് ആരോട് ചോദിച്ചാലും എല്ലാവരും പറയും ഹൗസിംഗ് ആണെന്ന്. എല്ലാ സിറ്റീസിലും റെൻറ്റ് ഒരുപാട് കൂടി, അതുപോലെ തന്നെ ഒരു വീടൊക്കെ കിട്ടാൻ ഒരുപാട് ബുദ്ധിമുട്ടായി തുടങ്ങി. സിഡ്നി, മെൽബൺ പോലുള്ള സിറ്റീസിൽ റെൻറ്റ് കുത്തനെ കൂടാൻ തുടങ്ങി. അപ്പോൾ ഇങ്ങോട്ട് ഇമിഗ്രൻസ് വരുമ്പോൾ അവർക്കും വീട് വേണം, അപ്പം ഡിമാൻഡ് കൂടും. അപ്പോൾ ഇവിടെ ഓൾറെഡി ഉള്ള ലോക്കൽസ് വിചാരിക്കുന്നത് നമുക്കോ വീടില്ല, പിന്നെ എന്തിനാണ് ഇവരെല്ലാം കൂടെ ഇങ്ങോട്ട് വരുന്നതെന്ന്. സത്യം പറഞ്ഞാൽ ഈ ഒരു ഹൗസിംഗ് ക്രൈസിസ് ഇമിഗ്രൻസ് കാരണം മാത്രം ഉണ്ടായ ഒരു കാര്യമല്ല, പക്ഷേ എപ്പോഴും ബ്ലെയിം അവരുടെ മേലിലോട്ടാണ് പോകുന്നത്. ഇത് കഴിഞ്ഞിട്ട് വരുന്ന അടുത്തൊരു പ്രശ്നമാണ് ഈ ജോലി എന്ന് പറയുന്നത്. ഓസ്ട്രേലിയൻ ഇമിഗ്രേഷൻ സിസ്റ്റം എന്ന് പറയുന്നത് ഇവിടുത്തെ ഒരു സ്കിൽഡ് ഷോർട്ടേജ് ഫില്ല് ചെയ്യാൻ വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നത്. ഹെൽത്ത് കെയർ, IT, കൺസ്ട്രക്ഷൻ പോലുള്ള സെക്ടേഴ്സിൽ ഇമിഗ്രൻസ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പക്ഷേ ഇവിടുത്തെ ഓസ്ട്രേലിയൻസ് വിചാരിക്കുന്ന ഈ ഇമിഗ്രൻസ് വന്നിട്ട് ഇവർ ചെറിയ സാലറിയിൽ ജോലി ചെയ്യുന്നു, അതുകൊണ്ട് ഇവിടുത്തെ കമ്പനീസ് ഇവരെ പ്രിഫർ ചെയ്യുന്നു എന്നാണ്. പക്ഷേ ഇത് ഒരു ഫുൾ സത്യം അല്ല. പക്ഷേ ഇതുപോലൊരു പെർസെപ്ഷൻ പല ഓസ്ട്രേലിയൻസിൻ്റെ ഇടയിലുമാണ്. ഇത് ശരിക്കും പറഞ്ഞാൽ ഒരു ഇമോഷണൽ റിയാക്ഷൻ ആണ്, പക്ഷേ ഇതൊരു പബ്ലിക് ഒപ്പീനിയൻ ഇൻഫ്ലുവൻസ് ചെയ്യുന്നു. പിന്നീട് വരുന്നത് ഒരു ഇൻഫ്രാസ്ട്രക്ചർ പ്രഷറാണ്. പോപ്പുലേഷൻ കൂടുമ്പോൾ ഇവിടുത്തെ ഒരു പബ്ലിക് ട്രാൻസ്പോർട്ട് ഫുള്ളാകും, സ്കൂൾസിൽ പ്രഷർ വരും, ആശുപത്രികളിൽ വെയിറ്റിംഗ് ടൈം കൂടും, അതുപോലെ തന്നെ ഇവിടുത്തെ റോഡുകളും ക്രൗഡഡ് ആകും. അപ്പോൾ സിസ്റ്റം റെഡി അല്ല എന്ന് തോന്നുമ്പോൾ നാച്ചുറലി ഒരു ഫ്രസ്ട്രേഷൻ വരും. ഇപ്പോൾ ഒരുപാട് ഡിസ്കഷനിലുള്ള ഒരു ടോപ്പിക്കാണ് ഈ ഒരു സ്റ്റുഡൻറ്റ് വിസാസ്. ഓസ്ട്രേലിയ ഒരു മേജർ എഡ്യൂക്കേഷൻ ഹബ്ബാണ്. സ്റ്റുഡൻസ് വന്ന് ബില്യൺസ് ആണ് ഇവിടുത്തെ എക്കോണമിയിലേക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത്. ഈ യൂണിവേഴ്സിറ്റീസ് ഡിപ്പെൻഡ് ചെയ്യുന്നത് ഈ ഇൻ്റർനാഷണൽ സ്റ്റുഡൻസിനെയാണ്. പക്ഷേ പലരും പറയുന്നത് ഈ ഇൻ്റർനാഷണൽ സ്റ്റുഡൻസ് വരുന്നത് പഠിക്കാൻ വേണ്ടിയിട്ടല്ല, ഇവിടെ വന്നിട്ട് സ്റ്റേ ചെയ്ത് സെറ്റിൽ ആവാൻ വേണ്ടിയിട്ടാണെന്നാണ്. അതുപോലെ ചില കോഴ്സസിന് ക്വാളിറ്റി ഇല്ല എന്നും പറയുന്നു. അപ്പോൾ ഒരു ഡൗട്ട് വരുന്നു, എഡ്യൂക്കേഷൻ ആണോ അതോ മൈഗ്രേഷൻ ആണോ എന്ന്. കൾച്ചറൽ ആസ്പെക്റ്റും ഇവിടെ ഒരു മേജർ റോള് പ്ലേ ചെയ്യുന്നുണ്ട്. ഓസ്ട്രേലിയ ഇപ്പോൾ വളരെ ഡിവേഴ്സ് ആയ ഒരു സൊസൈറ്റിയാണ്. ഇതൊരു സ്ട്രെങ്ത് ആണ്, പക്ഷേ കുറേ ചാലഞ്ചസും ഉണ്ട്. ഇവിടുത്തെ ലോക്കൽസിൻ്റെ ഒരു കംപ്ലയിൻ്റ് എന്ന് പറയുന്നത് പുറത്തുനിന്ന് വരുന്ന ആൾക്കാർ അവരുടെ കമ്മ്യൂണിറ്റീസിൽ തന്നെ നിൽക്കുന്നു. അതുപോലെ ഒരു ലാംഗ്വേജ് ബാരിയർ ഉണ്ട്. അവർ ഓസ്ട്രേലിയൻസുമായിട്ട് അല്ലെങ്കിൽ ഓസ്ട്രേലിയയുമായിട്ട് ഇൻറ്റഗ്രേറ്റ് ചെയ്യുന്നില്ല എന്നതാണ് ഒരു പരാതി. പലരും പറയുന്നത് ഇപ്പോൾ ഓസ്ട്രേലിയയെ കണ്ട ഓസ്ട്രേലിയ ആണെന്ന് പറയത്തേയില്ല. ഇത് പലർക്കും തോന്നുന്ന ഒരു റിയൽ ആയിട്ടുള്ളൊരു ഫീലിംഗ് ആണ്. അതിൻ്റെ കൂടെ ഇവിടുത്തെ മീഡിയയും പൊളിറ്റിക്സും ഇതിനെ കുറച്ചുകൂടെ സ്ട്രോങ് ആക്കുന്നുണ്ട്. നെഗറ്റീവ് ന്യൂസാണ് കൂടുതലും ഇവിടെ ഹൈലൈറ്റ് ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഒരു പബ്ലിക് ഒപ്പീനിയനും ഇങ്ങനെ നെഗറ്റീവായി വരും. അതുപോലെ തന്നെ ഇവിടുത്തെ പൊളിറ്റീഷ്യൻസ് ഈ ഒരു ഇമിഗ്രേഷൻ പ്രോബ്ലം വെച്ചിട്ടാണ് അവർ വോട്ട് ചോദിക്കുന്നത് തന്നെ. അതുകൊണ്ട് ഈ ഒരു ഇഷ്യൂ അപ്പോൾ ഒന്നുകൂടി വലുതാവുന്നുണ്ട്. പക്ഷേ ഇവിടെ ഒരു ഇമ്പോർട്ടൻറ്റ് കാര്യം എന്ന് പറഞ്ഞാൽ എല്ലാവരും ഈ ഒരു ഇമിഗ്രേഷന് എതിരല്ല. പല ഓസ്ട്രേലിയൻസും ഇമിഗ്രേഷനെ സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാരാണ്. കാരണം എക്കോണമി സ്ട്രോങ് ആക്കാൻ വേണ്ടിയിട്ട് മൈഗ്രൻസ് വേണം, അതുപോലെ തന്നെ ഹെൽത്ത് കെയറിൽ വർക്കേഴ്സ് വേണം, അതുപോലെ തന്നെ സ്കിൽ ഷോർട്ടേജ് ഫിൽ ചെയ്യാനും ആളുകൾ വേണം. അപ്പോൾ ശരിക്കുമുള്ള പ്രോബ്ലം എന്ന് പറഞ്ഞാൽ ഇമിഗ്രേഷൻ അല്ല, ഇവിടുത്തെ ഒരു പ്ലാനിങ് ആണ്. ഹൗസിംഗ് സപ്ലൈ കറക്റ്റായിട്ട് ഇൻക്രീസ് ചെയ്തില്ല, ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെൻറ്റ് സ്ലോ ആയി, അതുപോലെ പോളിസീസ് തമ്മിൽ കോർഡിനേഷൻ ഇല്ല. അപ്പോൾ ഇതെല്ലാം കൂടെ ആയപ്പോൾ ഒരു സ്ട്രെയിൻ വന്നു.
പക്ഷേ ഈ ഒരു ഫ്രസ്ട്രേഷൻ വരുമ്പോൾ ബ്ലെയിം പെട്ടെന്ന് പോയി നിൽക്കുന്നത് മൈഗ്രൻസിൻ്റെ പുറത്താണ്. ഓസ്ട്രേലിയ ഇപ്പോൾ ഒരു ടേണിംഗ് പോയിന്റിലാണ്. ഇമിഗ്രേഷൻ വേണം, പക്ഷേ അതെങ്ങനെ സസ്റ്റെയിൻ ചെയ്ത് മാനേജ് ചെയ്യണം എന്ന് ഇവർ ഡിസൈഡ് ചെയ്യണം. അപ്പോൾ നിങ്ങൾ ഓസ്ട്രേലിയയിൽ ജീവിക്കുന്ന ഒരാളാണെങ്കിൽ എന്താണ് നിങ്ങളുടെ ഒരു അനുഭവം? എല്ലാവരും പറയുന്ന പോലെ ഒരു ഇമിഗ്രേഷൻ പ്രോബ്ലം ഓസ്ട്രേലിയയ്ക്കുണ്ടോ? കമൻറ്റ് ചെയ്യുക.